ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നേപ്പാളിൽ ഒരു സംഭവം ഉണ്ടായത്. നേപ്പാളിൽ ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരു കൂട്ടം വരുന്ന അക്രമികാരികളായിട്ടുള്ള സംഘികൾ ആ പള്ളി ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആ പള്ളിക്കുള്ളിലുണ്ടായിരുന്ന ഒറ്റക്കാല് മാത്രമുള്ള ഒരു സഹോദരൻ തൻ്റെ ഊന്നുവടിയുമായി ആ അക്രമികാരികളായ ആ സംഘികളെ തിരിച്ചു പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലൊക്കെ ചർച്ചയായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു ധീരതയൊക്കെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ആ സമയത്ത് രംഗത്തെത്തിയത്. അയാൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നും പേടിച്ചോടാൻ അദ്ദേഹത്തിന് 100 കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അയാളുടെ ശരീരത്തിന് വയ്യായിരുന്നു. അതോടൊപ്പം നടക്കാൻ പോലും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരുന്ന, ഊന്നുവടിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. തനിക്ക് നേരെ വരുന്നത് മാരകായുധങ്ങളുമായി ഒരു കൂട്ടം ആക്രമികളാണ് എന്ന് അയാൾക്കറിയാമായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാവരും ജീവനം കൊണ്ട് ഓടുമ്പോഴും അയാൾ മാത്രം ആ ആക്രമികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് ഉറച്ചു നിന്നു. ഒറ്റക്കാലിൽ ഊന്നുവടിയും കുത്തിപ്പിടിച്ച് ആ മനുഷ്യൻ കാണിച്ച ആ ഒരു നെഞ്ചുറപ്പും ധീരതയും കുറച്ച് നാളുകൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കണ്ടതാണ്. നേപ്പാളിലെ ഒരു പള്ളിക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ ആ പള്ളിയെയും അവിടെയുള്ള പാവം മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച ഒരു സാധാരണ നേപ്പാളിയായ ഒരു മുസ്ലിം യുവാവ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് അന്ന് ആ ദൃശ്യം ചെന്ന് തറച്ചത്. അന്ന് ലോകമൊന്നാകെ ആ വലിയ മനസ്സിന് മുന്നിൽ കൈയടിച്ചു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ആ ധീരതയ്ക്ക് കാലം കരുതിവെച്ച വിസ്മയിപ്പിക്കുന്ന ഒരു സമ്മാനത്തിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യയിൽ നിന്നും ആ യുവാവിനെ തേടിയെത്തിയത് സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വലിയൊരു ആദരവായിരുന്നു. അതിലൂടെ ആ സഹോദരൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. അവിടെ നടന്ന ആ ഒരു സംഭവം എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നേപ്പാളിലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു പള്ളിയിലേക്ക് അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരു ദിവസം മനസ്സിൽ വർഗീയതയും വിദ്വേഷവും പേര് നടക്കുന്ന ഒരു കൂട്ടം അക്രമികൾ അവിടേക്ക് ഇരച്ചെത്തിയത്. അവരുടെ പക്കൽ വലിയ മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്ലുകളും വടികളും അടങ്ങുന്ന ആയുധങ്ങളുമായി ആ പള്ളിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ആ വർഗീയവാദികൾ പള്ളിയിലേക്ക് ഓടിയെത്തി. ആ സമയത്ത് പള്ളിയിലുണ്ടായിരുന്ന മനുഷ്യരൊക്കെ പരിഭ്രാന്തരായിക്കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് ചിതറിയോടുകയാണ്. എന്നാൽ ആ അക്രമികൾക്ക് മുമ്പിൽ ഒരാൾ മാത്രം ഉറച്ചു നിന്നു. നടക്കാൻ പോലും ഊന്നുവടിയുടെ സഹായം വേണ്ടി വരുന്ന ഒരു മുസ്ലിം യുവാവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണ മനുഷ്യന് 2 കാലുണ്ടെങ്കിൽ പോലും ആയുധങ്ങളുമായി ഒരു കൂട്ടം അക്രമികൾ വരുന്നത് കണ്ടാൽ പേടിച്ചോടും. എന്നാൽ ഈ യുവാവിന് ഓടാൻ പരിമിതികളുണ്ടായിരുന്നു. അഥവാ അയാൾ ഓടിയാൽ പോലും അക്രമികൾക്ക് അയാളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമായിരുന്നു. എന്നാൽ അയാൾ ഓടാൻ ശ്രമിച്ചില്ല. പകരം അയാൾ ആ അക്രമികളെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പള്ളിയുടെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ച് എന്നെ മറികടന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ പള്ളിയെയും ഇതിനുള്ളിലുള്ള മനുഷ്യരെയും തൊടാൻ കഴിയൂ എന്ന രീതിയിലുള്ള ആ നിലപാട് ആ അക്രമികളെപ്പോലും ഒരു നിമിഷം ഞെട്ടിപ്പിച്ചു കളഞ്ഞു. തൻ്റെ ജീവൻ പോകുമെന്ന് ഉറപ്പായിരുന്നിട്ടും ആ മനുഷ്യൻ കാണിച്ച ആ ഒരു നെഞ്ചുറപ്പ് അത് വെറുമൊരു ശാരീരിക ബലമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ശുദ്ധമായ മനസ്സിൻ്റെയും നീതിബോധത്തിൻ്റെയും കരുത്തായിരുന്നു. അക്രമികൾക്ക് മുന്നിൽ ഒരു പ്രതിരോധ മതിലായി ആ ഒറ്റക്കാലിൽ അയാൾ ഉറച്ചു നിന്നു. നോക്കി, ഈ ഒരു സംഭവം ആരും മൊബൈലിൽ പകർത്തുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ട്വിറ്ററിലൂടെയും അങ്ങനെ പല സമൂഹ മാധ്യമങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വീഡിയോ കണ്ട ഓരോ മനുഷ്യൻ്റെയും കണ്ണ് നിറഞ്ഞു. അതോടൊപ്പം ഉള്ളിലൊരു വലിയ അഭിമാനവും തോന്നി. പരിമിതികൾ ശരീരത്തിനാണ്, മനസ്സിനല്ല എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ലോകം ആ യുവാവിലൂടെ അന്ന് കണ്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ദൃശ്യം പങ്കുവച്ചു. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആ യുവാവിന് വലിയ പ്രശംസകൾ ലഭിച്ചു. എന്നാൽ പിന്നീട് കാലം ആ യുവാവിന് കരുതി വെച്ചത് മനോഹരമായ ഒരു സമ്മാനമായിരുന്നു. സൗദി അറേബ്യയിൽ നിന്നായിരുന്നു ആ സമ്മാനം ആ യുവാവിനെ തേടിയെത്തിയത്. സൗദി അറേബ്യയിലെ ചില പ്രമുഖ ജീവകാരുണ്യ സംഘടനകളും നല്ലവരായ കുറച്ച് മനുഷ്യത്വമുള്ള കുറച്ച് ആളുകളും കൂടി ചേർന്ന് ആ യുവാവിനെ കണ്ടെത്തുകയും അവർ ആ യുവാവിനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വയോധികരായിട്ടുള്ള മാതാപിതാക്കൾക്കും പുണ്യഭൂമിയായ മക്കയിലെത്തി ഉംറ നിർവഹിക്കാനുള്ള പൂർണ്ണമായ സൗജന്യ യാത്രയും താമസവും അവർ ഒരുക്കി നൽകി. ഒരു പാവപ്പെട്ട കുടുംബത്തിന്, പ്രത്യേകിച്ച് നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന യുവാവിന് സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അത്. പരിശുദ്ധ മക്കയിലെത്തി അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഉംറയൊക്കെ നിർവഹിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. كلكم تعرفون هذا البطل النيبالي الذي دافع عن المسجد من ظلم كفار معتدين بساق واحدة. الآن وصل لمهبط الوحي للمملكة العربية السعودية، تحديدا في المكة المكرمة كما تشوفون حاليا، بجهود كثير من الشباب السعوديين
بكرم السعوديين وصلوا عندنا واعتمروا. هذه واقعة تكتب بماء الذهب في صفحات التاريخ. وكذلك جمعية بادرة الخيرية السعودية سوف تتبرع له الطرف الاصطناعي لهذا البطل النيبالي. سيقومون بترطيب الطرف الاصطناعي قبل ما يرجع إلى بلده النيبال. إن شاء الله القادم أجمل. شكرا لجميع السعوديين الذين ساهموا لهذا العمل الإنساني العظيم، وبارك الله فيكم. الله يرفع قدركم وجزاكم الله خير الجزاء. شكرا السعودية. ولا حول ولا قوة إلا بالله العلي العظيم. لا إله إلا الله وحده لا شريك له له الملك وله الحمد. നോക്കൂ, അള്ളാഹുവിൻ്റെ ഭവനമായിട്ടുള്ള പള്ളിയെ ജീവൻ പണയം വെച്ച് അക്രമിക്കൂട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ച ആ യുവാവിന് പടച്ചവൻ നൽകിയ ഒരു വലിയൊരു സമ്മാനമാണിത്. അവിടെയും തീരുന്നില്ല. വർഷങ്ങളായി ആ യുവാവ് അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാനും സൗദിയിലെ ആ നല്ല മനുഷ്യർ തീരുമാനിച്ചു. സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച ഒരു പ്രമുഖ ആശുപത്രിയിൽ അദ്ദേഹത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കിയിരിക്കുകയാണ്. അവിടെ ലോകോത്തര നിലവാരമുള്ള പ്രൊഫഷണൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു കൃത്രിമ കാൽ വെച്ചു നൽകാനുള്ള ചികിത്സകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനങ്ങളുമൊക്കെ ഇപ്പോൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നാളിതുവരെ ഒരു കാലിൽ ഊന്നുവടിയുടെ സഹായത്തോടെ മാത്രം നടന്നിരുന്ന ആ യുവാവ് ഇനി തൻ്റെ 2 കാലുകളിൽ നിവർന്നു നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിലും വലിയൊരു സമ്മാനം ആ മനുഷ്യന് ഇനി എന്താണ് ലഭിക്കാനുള്ളത്? അന്ന് ആ അക്രമികാരികളിൽ നിന്നും ആ പള്ളി സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സിന് മക്കയിലെ പുണ്യഭൂമി കാണാനും ഉംറ ചെയ്യാനും സ്വന്തം കാലിൽ നടക്കാനുമുള്ള ഭാഗ്യമാണ് പടച്ചവൻ നൽകിയത്. ശരീരത്തിന് എത്ര വലിയ പരിമിതികളുണ്ടെങ്കിലും മനസ്സിന് ഭയമില്ലെങ്കിൽ, ഉള്ളിൽ നന്മയും നീതിയും ഉണ്ടെങ്കിൽ ഏതൊരു ആക്രമണത്തെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് നേപ്പാളിലെ ഈ ഒരു മുസ്ലിം യുവാവ് നമ്മെ പഠിപ്പിക്കുകയാണ്.